ഹായ് കൂട്ടുകാരെ, 2023 നടന്ന SSLC മാത്തമാറ്റിക്സ് എക്സാമിൽ സെക്കൻഡ് ടൈം വാല്യുവേഷൻ എക്സാമാണ്. അത് നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ് നടത്തിയ എക്സാം ഇല്ല, അതൊരു ഏതോ ഒരു സ്റ്റഡി സെൻറ്റർ നടത്തിയ എക്സാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇത് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ക്യുലെറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ ചോദ്യം: എ സർക്കുലർ മെറ്റൽ ഷീറ്റ് ഈസ് കട്ട് ഇൻടു 3 ഈക്വൽ സെക്ടേഴ്സ്. ഓക്കെ, ഒരു സർക്കുലർ മെറ്റൽ ഉണ്ട്, അതിനെ കട്ട് ചെയ്ത് 3 ഈക്വൽ പാർട്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് കോൺ ഈസ് മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് വൺ ഓഫ് ദി സെക്ടർ. ഇതിനകത്തുനിന്ന് ഒരു സെക്ടർ എടുത്തിട്ട് അതിനെ റോൾ ചെയ്ത് എന്താക്കി മാറ്റി, ഒരു കോൺ ആക്കി മാറ്റി. ക്ലിയർ ആണോ? ഓക്കെ. റേഡിയസ് ഓഫ് ദി സർക്കുലർ ഷീറ്റ് ഈസ് 12 സെന്റിമീറ്റർ. ഇവിടുത്തെ സർക്കുലർ ഷീറ്റിന്റെ റേഡിയസ് 12 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ, ഒരു സർക്കിള് 360 ഡിഗ്രിയാണ്. ഇതിനെ 3 ഈക്വൽ പാർട്സ് ആക്കുക എന്ന് പറഞ്ഞാൽ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 120 ഡിഗ്രി എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ശരിയാണല്ലോ? ഇനി നോക്കേണ്ടത്, ഇനി നമുക്ക് ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദിസ് കോൺ? സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് ആണ്. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റേഡിയസ് തന്നെയാണ്, അത് നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് 12 സെന്റിമീറ്റർ. എപ്പോഴും ഓർത്ത് കൊടുക്കുക, ഒരു സെക്ടറിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു സർക്കുലർ ഷീറ്റിൽ നിന്നാണ് കോൺ ഉണ്ടാക്കുന്നതെങ്കിൽ ആ കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് എപ്പോഴും ഈ വലിയ സർക്കിളിന്റെ റേഡിയസിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് എഴുതാം. ബി ചോദ്യം: വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ? നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചതേ ഉള്ളൂ. സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? സെൻട്രൽ ആംഗിൾ പേര് കൊടുക്കണം, അങ്ങ് എഴുതാം. സെൻട്രൽ ആംഗിൾ ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി. പിടികിട്ടിയോ? ഇത് ഞാൻ കണ്ടുപിടിച്ചത് ഇവിടുത്തെ ഏരിയ അവിടുത്തെ ഏരിയക്ക് ഈക്വൽ ആകും എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് ഞാനങ്ങ് പെട്ടെന്ന് ഇത് കണ്ടുപിടിച്ച് വെച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സെൻട്രൽ ആംഗിൾ ചോദിച്ചു. അപ്പൊ 360നെ 3 ഈക്വൽ പാർട്സ് ആക്കി മുറിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ മൊത്തം 360 ആണെന്ന് നമുക്കറിയാം, ഇത് 3 ഈക്വൽ പാർട്സ് ആണെന്ന് അറിയാം. അങ്ങനെ അത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാർട്സിന്റെ സെൻട്രൽ ആംഗിൾ കിട്ടും. അങ്ങനെയാണ് ഈ 120 ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചത്. ക്ലിയർ ആണല്ലോ? വാട്ട് ഈസ് ദ ബേസ് റേഡിയസ് ഓഫ് ദി കോൺ? കോണിന്റെ ബേസ് റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബേസ് റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ നമുക്ക് സർക്കംഫറൻസ് എടുക്കാം. ചുറ്റളവ് എത്രയാണ്? 2πr. ഇവിടെ ക്യാപിറ്റൽ ആർ കൊടുക്കുകയാണ്, സ്മാൾ ആർ കൊടുക്കുകയാണ്. ഈ 2πrന് ഈക്വൽ ആക്കണം. കാരണം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ലെങ്ത് ആണ് ഈ സർക്കിളിന്റെ 2πr എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഈ സർക്കിളിന്റെ 2πrന്റെ ഈ ചോദ്യമാണ്, ഈ സർക്കിളിന്റെ 2πrന്റെ എത്ര ഡിഗ്രിയാ? 120 അല്ലെ? 120/360 ഭാഗം കിട്ടിയോ? 360ല് 120 ഭാഗം ഇൻറ്റു 2πr. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2πr എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമായി പോകും. ശരിയല്ലേ? അപ്പൊ ആ മൊത്തം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ഇവിടെ തൊട്ട് ഇവിടം വരെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ആർക്ക് ലെങ്തിന്റെ സെൻട്രൽ ആംഗിൾ എത്ര? 120 ഡിഗ്രി. ആ 120 ഡിവൈഡഡ് ബൈ മൊത്തം എത്രയാണ്? 360. അപ്പം ഈ 360ല് 120 ഭാഗത്തിന്റെ 2πr വിളിച്ചാണ്. ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ ആ
ലെങ്ത് ശരിക്കും ആർക്ക് ഈക്വൽ ആണ്? ഇവിടുത്തെ ചെറിയ 2πr-ന് ഈക്വൽ ആണ്. ക്ലിയർ ആണല്ലോ? അതാണ് അവിടുത്തെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിക്കണം. അത് ഏത് ഇക്വേഷൻ ആണെന്ന് ചോദിച്ചാൽ കണ്ടിതാണ്. ഈ 2πയും ഈ 2π ഇവിടുന്ന് ക്യാൻസൽ ചെയ്താൽ കിട്ടുന്നതാണ് നിങ്ങൾ ഒരു ഇക്വേഷൻ ആയിട്ട് പഠിക്കുന്നത്. അതായത് r × 120/360 സ്മോൾ r എന്ന് പഠിച്ചു വെക്കാറുണ്ട്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് എത്രയാണ്? 12 അല്ലേ? ഇപ്പൊ 12 × 120/360 റേഡിയസ് വെട്ടാം. 120യും 3ഉം കൂടെ വെട്ടാം. ഈ 3ഉം 4ഉം കൂടെ വെട്ടാം. അപ്പൊ റേഡിയസ് എത്ര കിട്ടി? 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണോ? 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത ചോദ്യം ഡി ചോദ്യം പറഞ്ഞത് ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ. ഈ കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു എത്രയാണ്? കർവ്ഡ് സർഫസ് ഏരിയ πRL എന്നാണ് ഇൻഡിക്കേഷൻ. അത് കാണാതെ പഠിച്ചു വെക്കുക. πRL. ഓക്കെ, പൈ അതേപോലെ ഇടുക. ഈ റേഡിയസ് 4 ആണെന്ന് അറിയാം, അത് കൊടുക്കുക. വലിയ റേഡിയസ് 12 ആണെന്ന് അറിയാം, അത് കൊടുക്കുക. 12 × 4 48 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ആൻസർ. ക്ലിയർ ആണോ? ഇതിനകത്ത് ഈ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ കാണാതെ പഠിച്ചു നോക്കാം. πRL. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ചോദ്യം. അത് ഏകദേശം 4 മാർക്കിന്റെ ചോദ്യമാണ്. 4 ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ സി ചോദ്യത്തിന്റെ ഇക്വേഷൻസ് അങ്ങനെ പഠിക്കണം. ഇത്തരം ചോദ്യങ്ങൾ, അതായത് ഒരു സെക്ടറിൽ നിന്ന് ഒരു ആംഗിൾ കോൺ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അവിടെ അതിന്റെ ചുറ്റളവ് വെച്ചിട്ട് സർക്കിൾസിനെ കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതേപോലെ ഇതിന്റെ ഏരിയ വെച്ചിട്ട് അതിന്റെ ഏരിയ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ട്. ഇനി πRL അറിയത്തില്ലെങ്കിലും ഈ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ശരിയല്ലേ? സർക്കിളിന്റെ ഈ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഓക്കെ, ആ ഏരിയയിലെ ഇത്രയും ഏരിയ മതി ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കിട്ടാൻ. അതൊന്ന് നോക്കാം. മീൻസ് ഈ ഇക്വേഷൻ അറിയത്തില്ലെങ്കിലാണേ. അപ്പൊ ഇത് ഇത്രയും മനസ്സിലായെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കുക. ഇതിന്റെ വേറൊരു രീതി, അതായത് ഈ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷൻ അറിയത്തില്ല എങ്കിലുള്ള വേറൊരു രീതിയാണ് പറയുന്നത്. അപ്പൊ അത് തമ്മിൽ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയി പോകരുത്. അതുകൊണ്ട് അത്രയും മതിയെന്നുള്ളവർ എന്ത് ചെയ്യുക? വീഡിയോ സ്കിപ്പ് ചെയ്തേക്കുക. ഓക്കെ, നമ്മുടെ ചോദ്യം കഴിഞ്ഞു. ഞാൻ പിന്നെ ഇതിനെ വേറൊരു രീതി ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളത് ചിലപ്പോൾ ഇക്വേഷൻ മറന്നു പോകുമല്ലോ നമ്മൾ. അപ്പോൾ ഈ സർക്കിളിന്റെ ഒക്കെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓർത്തിരിക്കും. കാരണം ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഞാനൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുവാണ്. ഈ πr²ന്റെ ഈ 120/360 പാർട്ട് മതി നമുക്ക് ഈ ഏരിയ കണ്ടുപിടിക്കാം. ശരിയല്ലേ? അപ്പൊ ഒന്ന് നോക്കാം. പൈ ഇൻറ്റു റേഡിയസ് എത്ര? 12ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ 12 × 12 ഇൻറ്റു 120/360. ഓക്കെ, അപ്പോ വെട്ടാം. 120 × 3. ഓക്കെ, ഈ 3ഉം 12ഉം തമ്മിൽ വെട്ടിയാൽ 4. കണ്ടോ? 4 × 12 48 പൈ സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? സംശയമുണ്ടോ? ഇല്ല. അപ്പൊ πRL എന്നുള്ള ഇക്വേഷൻസ് നമ്മൾ കാണാതെ പഠിച്ചില്ലെങ്കിൽ കൂടിയും കർവ്ഡ് സർഫസ് ഏരിയ ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ സാധനം ഉണ്ടാക്കിയത് ഇങ്ങനെയുള്ള ഒരു സെക്ടർ ഉപയോഗിച്ചിട്ടാണ്. ഈ സെക്ടർ എവിടെ നിന്നെടുത്താണ്? ഈ സർക്കിളിൽ നിന്നെടുത്താണ് അല്ലെ? ഇങ്ങനെ കിടക്കുന്ന ഈ സെക്ടറിൽ നിന്നാണ് ഈ കോൺ ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഈ സെക്ടറിന്റെ ഏരിയ ആണ് ഈ കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ. അതൊരു ലോജിക്കാണ്.
അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ നിന്നാണ് വെട്ടിയെടുക്കുക? ഈ വലിയൊരു സർക്കിളിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ വലിയ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തോ πr² ആണ്. ആ സർക്കിളിന്റെ എത്ര പാർട്ടാണ് ഈ സെക്ടർ? അത് 120/360 പാർട്ട്. കണ്ടോ? അപ്പൊ അത്രയും ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഇവിടുത്തെ കർവ്ഡ് സർഫസ് ഏരിയ കിട്ടിയോ? ക്ലിയർ ആണല്ലോ? ആ ഒരു ലോജിക് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി എങ്ങനെ ഈ ഇക്വേഷൻ വന്നതെന്ന് ചോദിച്ചാല് ഇവിടെ നമ്മൾ പൈ ഇൻറ്റു r² ഞാൻ 6 ഇൻറ്റു 6 ഇൻറ്റു പിന്നെ 120/360 അല്ലെ. ഈ 120/360 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആരും കിട്ടും? സ്മോൾ ആറിനെ കിട്ടത്തില്ലേ? അപ്പോഴാണ് ഇവിടെ പൈ ഇൻറ്റു r ഇൻറ്റു സ്മോൾ ആർ വരുന്നത്. ഈ ആറിനെ നമുക്ക് ഈ കോണിനെ സംബന്ധിച്ച് സ്ലാൻ ഹൈറ്റ് ആണെന്ന് പറയാം. അതുകൊണ്ട് പൈ ഇൻറ്റു എൽ ഇൻറ്റു ആറിന് പകരം എൽ കൊടുത്തതേ ഉള്ളൂ. പൈ ആർ എൽ എന്ന ഒരു ഇക്വേഷൻ സംഭവം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ എല്ലും ഇവിടുത്തെ റേഡിയസും തുല്യമാണ്. അതുകൊണ്ട് പൈ ഇൻറ്റു വലിയ സർക്കിളിന്റെ റേഡിയസ് ഇൻറ്റു ചെറിയ സർക്കിളിന്റെ റേഡിയസ്, അതാണ് ശരിക്കും ആ ഇക്വേഷൻ. പിന്നെ നമ്മൾ പഠിക്കുന്നതും ഒക്കെ നമ്മൾ പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ എന്നൊക്കെ പറഞ്ഞാണ്. അത് ജസ്റ്റ് നെയിമുകൾ മാത്രമാണ്. ആ ഇക്വേഷൻസ് എങ്ങനെ വന്നു എന്നത് കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് പറയാനൊരു കാരണം, ഇക്വേഷൻസ് എങ്ങനെ വന്നു എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് പറയാൻ കാരണം നമുക്കും നമ്മുടേത് സ്വന്തമായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ ശ്രമിച്ചു നോക്കണം. ഓക്കെ, ഓരോരുത്തരും ഇക്വേഷൻസ് ഉണ്ടാക്കിയതുപോലെ ഓരോരുത്തരൊക്കെ സ്വന്തമായിട്ട് നോട്ട് ബുക്ക് അതൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്കും ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങനെയുള്ള ആൻസറുകൾ ഉണ്ടാക്കി നോക്കുക, സ്വന്തമായിട്ട് ഇക്വേഷൻസ് ഉണ്ടാക്കി നോക്കുക. പിടിക്കുക.